20 കൗൺസിലേഴ്സ് സത്യപ്രതിജ്ഞ ചെയ്തത് അസാധുവെന്ന് കേരള ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു. 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ ചെയ്യാൻ വീണ്ടും നിർദ്ദേശം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഓർക്കാപ്പുറത്ത് BJP കിട്ടിയ ഒരു തിരിച്ചടിയാണല്ലോ ഇത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? BJP കൗൺസിലർമാർ 20 കൗൺസിലർമാരാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ദൈവങ്ങളുടെ പേരുപയോഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്തത്. അത് ഭരണഘടനാ വിരുദ്ധവും ചട്ടവിരുദ്ധവും തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കോർപ്പറേഷനിലെ CPM കൗൺസിലർ ST ദീപക്കാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെയൊക്കെ ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങൾ അനുവദിക്കാനാകില്ല എന്ന് കോടതി പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് വളരെ കൃത്യമായി തന്നെ ഉത്തരവായി തന്നെ കോടതി വ്യക്തമാക്കുന്നു. ആ സത്യപ്രതിജ്ഞകൾ അസാധുവാണ്, ദൈവങ്ങളുടെ പേരിലുള്ള സത്യപ്രതിജ്ഞകൾ അസാധുവാണ്. അത് മാറ്റി ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ളതാണ് നിർദ്ദേശം. 4 ആഴ്ചക്കകം പുനർസത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. BJP കൗൺസിലർമാരെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാക്കുന്നത്. PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഇത്തരത്തിലൊരു വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. BJPയുടെ 20 കൗൺസിലർമാരാണ് ദൈവങ്ങളുടെ പേര് പറഞ്ഞ്, വിവിധ ദൈവങ്ങളുടെയും ബലിദാനികളുടെയും ഒക്കെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തത്. സാധാരണഗതിയിൽ ദൈവനാമത്തിൽ എന്നാണ് ഉപയോഗിക്കാറ്, അല്ലെങ്കിൽ ഭരണഘടന തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇവർ പ്രത്യേകം ദൈവങ്ങളുടെ പേര് എടുത്തു പറഞ്ഞു സത്യപ്രതിജ്ഞ ചെയ്തു. അത് ജനാധിപത്യ വിരുദ്ധമാണ് തുടങ്ങിയ വാദങ്ങളും ഭരണഘടനാ വിരുദ്ധമാണ് തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് ഈ ഹർജിക്കാരൻ ഉന്നയിച്ചത്. കോടതി അത് അംഗീകരിക്കുന്നു. നിലവിൽ ഈ 20 പേരോടും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 4 ആഴ്ചക്കകം സത്യപ്രതിജ്ഞ ചെയ്യാനാണ് അവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഓക്കെ, എന്തായാലും 20 കൗൺസിലേഴ്സ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല 20 കൗൺസിലേഴ്സ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് പ്രോപ്പറായിട്ടല്ല എന്ന് കോടതി വിധിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിയാണ് ഹൈക്കോടതിയുടെ വിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. 4 ആഴ്ചയ്ക്കകം അവർ സത്യപ്രതിജ്ഞ ചെയ്യണം. കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിങ്ങൾക്കറിയാം നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരാൾ അസാധുവാകുന്ന പോലും പ്രശ്നമാകുന്ന കോർപ്പറേഷനാണ്. അവിടെയാണിപ്പോൾ 20 കൗൺസിലേഴ്സിൻ്റെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയിരിക്കുന്നതും അവർ 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് അംഗീകരിക്കാൻ കഴിയില്ല, അത് ഭരണഘടനാപരമല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. വിഷ്ണു സുരേഷ്, കൂടുതൽ വിവരങ്ങൾ. സാധാരണഗതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന രീതി നമുക്കറിയാം. അത് ദൈവനാമത്തിൽ അല്ലെങ്കിൽ ഭരണഘടന അധിഷ്ഠിതമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു തുടങ്ങിയ ദൃഢപ്രതിജ്ഞ എടുക്കുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഈ 20 കൗൺസിലർമാരും വന്ന് പറഞ്ഞത് ഓരോരോ ഹിന്ദു മതത്തിൽപ്പെട്ട വിവിധ ദൈവങ്ങളുടെ പേരുപയോഗിച്ചാണ് ഇവർ സത്യപ്രതിജ്ഞ ചെയ്തത്. ബലിദാനികളുടെ അടക്കം പേരുപയോഗിച്ചിരുന്നു. അത് ചട്ടവിരുദ്ധമാണ് എന്നാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം. ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സത്യപ്രതിജ്ഞ നിലനിൽക്കില്ല എന്നിപ്പോൾ കോടതി വ്യക്തമാക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവർ 20 പേരോടും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ 20 പേരും 4 ആഴ്ചക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം. BJP വലിയ കോൺഫിഡൻസിലായിരുന്നു. കാരണം ഞങ്ങൾ ചെയ്തതിൽ തെറ്റില്ല തുടങ്ങിയ വാദങ്ങളൊക്കെ അവർ ഉന്നയിച്ചിരുന്നു. എതിർ സത്യവാങ്മൂലം നൽകിയ ഘട്ടത്തിലൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ കോടതി അത്തരത്തിലുള്ള നിലപാടിലേക്ക് പോകുന്നില്ല. ഭരണഘടനാപരമായി വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് നിലവിൽ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. BJP കൗൺസിലർമാരുടെ ഈ സത്യപ്രതിജ്ഞ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ പോയത് തിരുവനന്തപുരത്തെ CPMന്റെ പ്രധാനപ്പെട്ട നേതാവും CPM കൗൺസിലറുമായ ദീപക്കാണ്. ദീപകിന്റെ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിക്കുകയും അത് BJP കൗൺസിലർമാർക്ക് വലിയ തിരിച്ചടിയാകുകയും ചെയ്തു. അവരുടെ അതായത് സത്യപ്രതിജ്ഞ മാത്രമാണ് ചട്ടവിരുദ്ധം, അല്ലെങ്കിൽ അവരുടെ ജനപ്രാതിനിധ്യം അസാധുവാക്കുന്ന നടപടിയിലേക്കൊന്നും പോയിട്ടില്ല. സത്യപ്രതിജ്ഞാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നടന്നിട്ടുള്ളത്. അതിൽ കൃത്യമായ ചട്ടവിരുദ്ധത സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവരോട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 4 ആഴ്ച സമയമാണ് നൽകിയിട്ടുള്ളത്. അതിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. അതല്ല എങ്കിൽ അവരുടെ സ്വാഭാവികമായി മറ്റ് തിരിച്ചടികളിലേക്ക് പോകും. അപ്പോൾ 4 ആഴ്ചക്കകം വീണ്ടും തിരുവനന്തപുരം നഗരസഭയിൽ വീണ്ടും ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ്, ഒരു മിനി സത്യപ്രതിജ്ഞ ചടങ്ങ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം 20 പേരുണ്ട്. അപ്പോൾ അത്രയും ആളുകളുടെ സത്യപ്രതിജ്ഞ 4 തൊട്ട് 22 വരെയുള്ള ആളുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4 തൊട്ട് 22 വരെയുള്ള കൗൺസിലർമാരെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര ആളുകൾ ഉണ്ട്? 20 ആളുകൾക്കെതിരെയാണ് ഈ ഹർജി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആളുകൾ ഇനിയും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം. BJP കൗൺസിലർമാരെ സംബന്ധിച്ച് അവർ തിരിച്ചടിയാണ്. അവർ വലിയ ആത്മവിശ്വാസത്തോടെ വലിയ ആർജവത്തോടെയാണെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഇറങ്ങിയത്. അന്ന് വിവാദമായതിന് പിന്നാലെ അവരോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതിലൊരു പ്രശ്നവുമില്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് വന്നത്. പക്ഷേ അതിൽ ഭരണഘടനാ വിരുദ്ധമായ പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നിലവിൽ കോടതിയിലേക്ക് ഈ ദീപക് പോയത്. ദീപക് മുന്നോട്ട് വെച്ച പ്രയറുകൾ, ഗ്രൗണ്ടുകൾ അതൊക്കെ കോടതി ഇപ്പോൾ അംഗീകരിക്കുന്നു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഈ സത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമെന്നിപ്പോൾ ചൂണ്ടിക്കാണിച്ച് ഇവരോട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്.
എന്തായാലും വളരെ നിർണായകമായ ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.